പിന്നെ സഹോദരിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. ചെറുപ്പത്തിലേ ഭർത്താവ് മരണപ്പെട്ടു പോയി. പിന്നീട് ആ കുട്ടികളെ വളർത്തുന്നതിലായിരുന്നു അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അങ്ങനെ അവർ നല്ല വിദ്യാഭ്യാസം നേടി, ജോലി നേടി. അവർ 2 പേരും വിവാഹിതരായി. അങ്ങനെ ആദ്യത്തെ ആൾ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോൾ അയാളുടെ ഭാര്യ നല്ലൊരു സ്ത്രീയാണ്. അവർ ഈ ഉമ്മയോട് വളരെ നല്ല രൂപത്തിൽ പെരുമാറുകയും അവരെപ്പോഴും ഒന്നിച്ചു പോയി വീട്ടിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു സുഹൃത്തുക്കളെ പോലെ ആ ഉമ്മയും മരുമകളും പരസ്പരം സഹകരണത്തോടു കൂടെ ജീവിച്ചു. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, അവൾ തന്നെ ഇളയച്ചൻ, അതായത് ഭർത്താവിൻ്റെ അനുജൻ ഒരു ഭാര്യയെ കണ്ടുപിടിച്ച് നല്ലൊരു പെൺകുട്ടിയെ അവനും വിവാഹം കഴിച്ചു. അങ്ങനെ അവരെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ഉമ്മയുടെ അടുക്കൽ, ഈ മാതാവിൻ്റെ അടുക്കൽ നിൽക്കുക എന്നതിൽ ഒരു താല്പര്യക്കുറവ് 2 പേർക്കും വന്നു ചേർന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആദ്യത്തെ മകനും മരുമകളും വീട് മാറി വേറെ വീട്ടിലേക്ക് താമസം മാറി. വൈകാതെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യയും മാറി താമസിക്കണമെന്ന നിർബന്ധം അയാളിൽ ചെലുത്താൻ തുടങ്ങി. അപ്പോൾ മാതാവിനെ ഒറ്റയ്ക്കിട്ട് പോവുക എന്നത് ഒരു നിലക്കും അയാൾക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാളതിനെ പരമാവധി നിരുത്സാഹപ്പെടുത്തി നോക്കി. പക്ഷേ അത് അവസാനം ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി. അപ്പോൾ എന്താണ് ഇങ്ങനെ വളരെ നല്ല രൂപത്തിൽ നിന്നിരുന്ന മരുമക്കൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ വേറിട്ട് പോകാനുള്ള സാധ്യതയുണ്ടായത് എന്നത് എന്താണ്? അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ മൂത്ത മരുമകളായിരുന്നു എന്ന് പിന്നീട് ആ മാതാവ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്താണ് ഇത്രമാത്രം എന്നോട് വളരെ സൗഹാർദ്ദത്തിൽ പെരുമാറിക്കൊണ്ടിരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എന്നെ വിട്ടു പോകണം എന്നൊരു ചിന്താഗതി ഉണ്ടായത് എന്നതിനെക്കുറിച്ച് വളരെ അത്ഭുതത്തോടു കൂടെ തന്നെ അവർ അന്വേഷണങ്ങൾ നടത്തി. അവസാനം കണ്ടെത്താൻ സാധിച്ചത് ഭർത്താവിന് മാതാവിനോടുള്ള അമിതമായ സ്നേഹം അത് ഉൾക്കൊള്ളാൻ അവർക്കൊരിക്കലും കഴിയുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വീട് വിട്ടു പോയതിനു ശേഷം ഭർത്താവ് തൻ്റെ മാതാവിനെ കാണാൻ വേണ്ടി വരുന്നത് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് വളരെ ഫോൺ വിളിക്കാൻ പോലും തയ്യാറാകാത്ത അവസ്ഥയിലേക്ക് അയാൾ മാനസികമായി പരിവർത്തിക്കപ്പെട്ടു. ഭാര്യയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മാതാവുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്നതിലേക്ക് അവരെത്തി. അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം, ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ മകൾക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അവർ കൂടുതലായിട്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സത്യത്തിൽ എന്താണ് ഇവിടെ ഉള്ള വസ്തുത? ഇത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിങ്ങനെ പറയാനുള്ള ഒരു കാര്യം. അതായത് പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊസസീവ്നെസ്, എല്ലാം എൻ്റേത് മാത്രമായിരിക്കണം എന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് അവർക്ക് കുറച്ച് കൂടുതലുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു നന്മയ്ക്ക് വേണ്ടിയാവാം, തൻ്റെ മക്കളെയും തൻ്റെ ഭർത്താവിനെയും എല്ലാം നല്ലവണ്ണം സ്നേഹിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുകൂല ഘടകം, ഒരു പ്ലസ് ആയി തീരാം. പക്ഷേ അത് പലപ്പോഴും ദോഷകരമായി വരാറുണ്ട്. തൻ്റെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ഉമ്മമാർ ന്യായീകരിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ രണ്ട് കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മുടെ കുട്ടിയാണ് 100% ആ കേസിൽ പ്രതിയെങ്കിലും ആ കുട്ടിയെ ന്യായീകരിച്ച് പറയും. അത് നമ്മുടെ കുട്ടികൾ നല്ലവരാണ്, അവരെ നമ്മൾ എന്ത് ചെയ്യണം, അവിടത്താണ് എപ്പോഴും നന്മയുള്ളത് എന്ന ഒരു സ്വാർത്ഥമായ ചിന്താഗതി പൊതുവെ ഉമ്മമാർ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രധാന ഘടകമാണ് തൻ്റെ മകൻ താനല്ലാത്ത മറ്റൊരു സ്ത്രീയെ അംഗീകരിക്കുക എന്നത് മാതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മനസ്സുണ്ടാവും. അതുപോലെ തന്നെ തൻ്റെ ഭർത്താവാകുന്ന പുരുഷൻ വേറൊരു സ്ത്രീയെയും, അത് അയാളുടെ അമ്മയാവട്ടെ പെങ്ങളാവട്ടെ ആരാവട്ടെ, അവരെ ഉൾക്കൊണ്ടുകൂടാ എന്ന ഒരു മനോഭാവം. അതിനവർ പറയാറുള്ളത് എന്നെക്കാളും സ്നേഹം അവരോടാണ്. അങ്ങനെയാണ് അവർ സാധാരണ പറയാറുള്ളത്. എന്നെക്കാളും സ്നേഹം അവരോടാണ്, അതെനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അവരാരെയാണോ സ്നേഹിക്കുന്നത് അവരെ ഭാഗത്തുനിന്ന് യാതൊരു എതിർപ്പില്ലെങ്കിലും അവരെ ശത്രുക്കളായി കാണാം. അതുകൊണ്ടാണ് ഈ മരുമകൾ ഭർത്തൃമാതാവിനെ ഒരു ശത്രുവായിട്ട് കാണുന്നത്. ഇതേപോലെ തന്നെ ഭർത്തൃമാതാക്കൾ മരുമക്കളെ ശത്രുക്കളായി കാണുന്നത് മകന് കുറച്ച് താല്പര്യം ഇപ്പോൾ അവളോടാണോ എന്നോടുള്ളതിനേക്കാളും എന്ന ഒരു മാനസികാവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഉമ്മ എന്ന നിലക്കുള്ള ഒരു സ്നേഹം ഭാര്യ എന്ന നിലക്കുള്ള സ്നേഹം ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഉമ്മ എന്ന നിലയ്ക്ക് ഏറ്റവും അധികം സ്നേഹം ഉമ്മയോടാണ്, ഭാര്യ എന്ന നിലയ്ക്ക് ഏറ്റവും സ്നേഹം ഭാര്യയോടാണ്. പക്ഷേ സ്നേഹപ്രകടനങ്ങളെല്ലാം എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ ഉമ്മയെ ചുംബിക്കുന്നു, ഭാര്യയെ ചുംബിക്കുന്നു, രണ്ടും ഒരുപോലെയാണോ? രണ്ടും ചുംബനമാണ് ബാഹ്യമായി കാണുമ്പോൾ.
അല്ലേ? ഭർത്താവുമായുള്ള ഏതൊരു ബന്ധങ്ങളിലും ഒരു ഭാര്യ കണ്ടെത്തുന്ന നിർവൃതിയും മകനുമായിട്ടുള്ള ഒരു ഉമ്മയുടെ ബന്ധവും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല. സമാനമായിരിക്കും പ്രവർത്തനങ്ങൾ. രണ്ടാളും ഭക്ഷണം കൊടുക്കുകയായിരിക്കും ചെയ്യുക, രണ്ടാളും അരക്കി കൊടുക്കുകയായിരിക്കും ചെയ്യുന്നതായിരിക്കുക, രണ്ടാളും സ്നേഹത്തോടെ സംസാരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. എല്ലാ സംസാരവും എല്ലാ പെരുമാറ്റവും സമാനമായി തോന്നിയാലും അത് ഉമ്മയോടാകുമ്പോഴും ഭാര്യയോടാകുമ്പോഴും ഭർത്താവിനോടാകുമ്പോഴും മകനോടാകുമ്പോഴും അത് വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഉമ്മമാർക്കും ഭാര്യമാർക്കും കഴിയണം. അതല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടെ പെരുമാറുന്ന, സ്നേഹത്തോടു കൂടെ പെരുമാറുന്ന മക്കൾ പ്രതിസന്ധിയിലാകും. കാരണം ഉമ്മയോട് ഏറ്റവും നന്നായി അടുത്ത് പെരുമാറുന്ന ആളുകളായിരിക്കും. അപ്പോൾ ആ സ്നേഹത്തെ എന്നോടുള്ള സ്നേഹക്കുറവായി ഭാര്യ വ്യാഖ്യാനിക്കാം. ഭാര്യയോട് കാണിക്കുന്ന സ്നേഹത്തെയും ആഭിമുഖ്യത്തെയും എന്നോടുള്ള സ്നേഹക്കുറവായി ഉമ്മ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് അപകടകരമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പരമാവധി ഉമ്മയെ സ്നേഹിക്കാനും പരമാവധി ഭാര്യയെ സ്നേഹിക്കാനും പരസ്പരം പ്രേരിപ്പിക്കണമെങ്കിൽ രണ്ട് സ്നേഹവും വൈവിധ്യമാണ് എന്ന് തിരിച്ചറിവ് വേണം. അതേപോലെ തന്നെ ഇത്തരം പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, തനിക്ക് ഉമ്മയോടാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന സംശയം ഭാര്യയിൽ ഉടലെടുക്കുമ്പോൾ സ്നേഹപ്രകടനങ്ങൾ പരസ്യമാവാതിരിക്കുവാനും അത് ഇവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കൂടുതലാക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ ഈ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഇല്ലാത്ത സമയത്ത് അമ്മനെ ഫോൺ വിളിക്കാനോ ബന്ധപ്പെടാനോ എന്താണ് അയാൾക്ക് തടസ്സം? പക്ഷേ അയാൾ അങ്ങനെ ചെയ്യുന്നില്ല. ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പക്ഷേ, അല്ലെങ്കിൽ ഉമ്മയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒക്കെ ഇത്തരം പ്രകടനങ്ങളെ അത്തരം ചിന്താഗതിയുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കുറക്കുന്നത് നല്ലതാണ്. പക്ഷേ എന്നാൽ അല്ലാത്ത സമയങ്ങളിൽ അതുകൂടെ ആ എക്സ്ട്രാ സ്നേഹം കൂടെ അവർക്ക് കൊടുക്കാൻ പരിശ്രമിക്കുകയും വേണം. അപ്പോൾ അവർക്ക് സ്വയം മനസ്സിലാവും ഇത് മുന്നിൽ വെച്ച് ചെയ്യാനുള്ള മടി കൊണ്ടാണ്, എന്നോട് നല്ല സ്നേഹമുണ്ടെന്ന് അവർ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊള്ളും. ഇതാണ് യഥാർത്ഥ പരിഹാരം. ഇത്തരത്തിലുള്ള ചില മാനസിക അവസ്ഥകളെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ ഒരു കുടുംബത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇതെല്ലാവരും ഉൾക്കണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരം ആളുകൾക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.